love you. കുപ്വാരയിൽ നിന്ന് 3.5 മണിക്കൂർ യാത്ര പൂർത്തീകരിച്ച് 9ാമത്തെ ചെക്ക് പോസ്റ്റിൽ വാഹനം നിർത്തിയപ്പോൾ ഞങ്ങളുടെ ഒറിജിനൽ രേഖകൾ അവിടെ വാങ്ങിവെച്ചു. തിരിച്ചു വരുമ്പോൾ മാത്രമേ തിരികെ തരുള്ളൂ. അവിടെ നിന്ന് ഒരു 4 വീലർ ജീപ്പ് വാടകയ്ക്കെടുത്ത് 2 കിലോമീറ്റർ അകലെയുള്ള കേരൻ ഗ്രാമത്തിലേക്ക് ഞങ്ങൾ പുറപ്പെട്ടു. ഇടയ്ക്ക് ഒരു കൊച്ചു നദിയുടെ മധ്യഭാഗത്തായി ജീപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടുമില്ലാതെ കുടുങ്ങി. ഒടുവിൽ ഒരുവിധം ഡ്രൈവർ വാഹനം പുറകോട്ടെടുത്ത് വീണ്ടും മുന്നോട്ടെടുത്ത് അക്കരെ കടത്തി. അതിനിടെ മനസ്സിലൂടെ കടന്നുപോയ വിഭ്രാന്തി പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. കേരൻ ഗ്രാമത്തിലെത്തിയപ്പോൾ വിരലിലെണ്ണാവുന്ന സഞ്ചാരികളാണ് അവിടെ ഉണ്ടായിരുന്നത്. യാത്രക്കാരെ കാത്ത് ഹോട്ടലുകളും റിസോർട്ടുകളും ഞങ്ങളെ മാടി വിളിച്ചു. പക്ഷേ ഞങ്ങളുടെ കൈവശം അമീൻ സാഹിബ് കരുതിയ ഭക്ഷണമുണ്ടായിരുന്നു. ഭാരതീയർ കിഷൻഗംഗ നദിയെന്നും പാകിസ്ഥാൻകാർ നീലം നദിയെന്നും വിളിക്കുന്ന ഈ നദിയുടെ ഇരുവശത്തുമായിട്ടാണ് 2 രാജ്യങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. 1947 ഇന്ത്യ പാക് യുദ്ധത്തിനൊടുവിൽ ഐക്യരാഷ്ട്രസഭ നിശ്ചയിച്ച നിയന്ത്രണ രേഖയാണ് ഈ നദിയിലൂടെ കടന്നുപോകുന്നത്. 1947 വരെ കേരൻ ഗ്രാമത്തിലെ ജനങ്ങൾ ഒന്നിച്ച് ജീവിച്ചുവെങ്കിൽ 1947 ശേഷം ഈ ഗ്രാമത്തിലെ ജനങ്ങൾ 2 രാജ്യങ്ങളായി മാറി. പലരുടെയും ഉറ്റവരും ഉടയവരും ഇരു രാജ്യത്തായി മാറി. പലപ്പോഴും നദിയുടെ ഇരുവശത്തും നിന്ന് പരസ്പരം കൈവീശി കാണിക്കൽ മാത്രമാണ് ഇവരുടെ വിധി. പാകിസ്ഥാൻ നീലം നദിയുടെ തീരത്ത് വലിയൊരു ടൗൺഷിപ്പ് തന്നെ പടുത്തുയർത്തിയെന്ന് തോന്നുന്നു. പാകിസ്ഥാൻ ഭാഗത്തെ റോഡിലൂടെ വാഹനങ്ങൾ അതിവേഗം കടന്നു പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ഒരു ബൊലേറോ ജീപ്പ് അതിവേഗം കടന്നു പോകുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. കോബ്ര പോയിന്റിൻ്റെ മറുവശത്ത് ധാരാളം വീടുകളും കെട്ടിടങ്ങളും കാണാൻ സാധിച്ചു.
കേരനിൽ ഏതാണ്ട് 1 മണിക്കൂർ ചെലവഴിച്ചതും ഭീതിപ്പെടുത്തുന്ന ഇടിമിന്നലും ഇടിയും ശക്തമായ മഴയും പെയ്തു തുടങ്ങി. ശരീരത്തിൽ ഭീതി കയറിക്കൂടി. മറ്റൊന്നുമല്ല, എങ്ങനെയാണ് തിരിച്ചു പോവുക എന്നതാണ് ഭയപ്പാട്. പാകിസ്ഥാൻ്റെയും പാക് അധിനിവേശ കാശ്മീരിൻ്റെയും 2 പതാകകൾ മറുഭാഗത്ത് ഉയർത്തിയത് കാണാം. ചതുപ്പായിരുന്നു തിരിച്ചു പോകാനുള്ള റോഡിലെ പല ഭാഗങ്ങളും. ഭാഗ്യത്തിന് വാഹനം കാര്യമായ കുഴപ്പമില്ലാതെ തിരിച്ചുള്ള യാത്ര സുഗമമായി പൂർത്തീകരിക്കാൻ സാധിച്ചു.